നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കാരുണ്യ വെള്ളിയൂരിന്റെ നേതൃത്വത്തിൽ റംസാൻ ബദർ ദിനത്തിൽ യുദ്ധഭീകരതയ്ക്കെതിരെ ഇഫ്താർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. ഗാനരചയിതാവും പ്രഭാഷകനുമായ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു. റംസാൻ വ്രതശുദ്ധിയിൽ 17ന്റെ ബദർ സ്മരണയിൽ യുദ്ധഭീകരതയ്ക്കെതിരെ വെള്ളിയൂരിൽ ഇഫ്താർ സ്നേഹ സംഗമം ഒരുക്കി കാരുണ്യ മുസ്ലിം റിലീഫ് കമ്മിറ്റി. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന കാരുണ്യയുടെ ഈ വർഷത്തെ റംസാൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഇഫ്താർ സംഗമവും യുദ്ധഭീകരതയ്ക്കെതിരെ പ്രതിജ്ഞയും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചത്. ഗാനരചയിതാവും പ്രഭാഷകനുമായ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്ത് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മാർച്ച് മാസത്തോടനുബന്ധിച്ച് ആ സമയത്ത് ഏതാണ്ട് മതപ്രഭാഷണം നടക്കുകയാണ്. അന്ന് അങ്ങനെ പ്രഭാഷണം നടക്കുന്ന സമയത്ത് അത് മറ്റ് കുട്ടികളുടെ പഠിപ്പിനെ ബാധിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പ്രഭാഷണം അങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് അവിടെയുള്ള വിശ്വാസികളൊക്കെ കൂടി വന്നിട്ട് അവർ അതിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. തുടക്കം എങ്ങനെയാണ്? മൗലായ സല്ലി വസല്ലി ഇന്ദാഹിമന്നബദ പാട്ട് തുടങ്ങി. അപ്പം ഞാനിങ്ങനെ വായിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, അയ്യോ അലസായി. അപ്പോൾ ഉടനെ വലിയമ്മ എൻ്റെ പുറത്തട്ടിയിട്ട് പറഞ്ഞു, അത് അലസല്ല, പടച്ചോൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഒന്നും പറയാതെ പടച്ചോൻ എനിക്ക് എതിരാവരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ദഫ് മുട്ട് വരാൻ തുടങ്ങി. അവർ ദഫ് മുട്ടിയിട്ട് ഉറക്കെ പാടി, ഇന്ന ബൈത്തിൻ എന്ത സാക്കിനഹു ലൈസ മുഹ്താജിൽ ദില സുർജി എന്നൊക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞു, തുടങ്ങി പിന്നെയും. അപ്പോൾ വലിയമ്മ പിന്നെയും വന്ന് എന്നോട് പറഞ്ഞു, പടച്ചോൻ്റെ പാട്ടാണ്. ഞാൻ പിന്നീട് ഒന്നും പറഞ്ഞില്ല. കുറേ ദിവസങ്ങൾ അവിടെ മതപ്രഭാഷണം നടക്കുമ്പം പിന്നീട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആ പ്രഭാഷണത്തിൻ്റെ വാക്കുകൾ ഇടയ്ക്ക് കേൾക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഒഴുകി വരുന്ന അറബിയിലുള്ള ധാരാളം ചൊല്ലുകളൊക്കെ കേൾക്കാൻ തുടങ്ങി. ചിലതൊക്കെ എനിക്ക് കാണാൻ പാഠമായി. അതുകൊണ്ട് എനിക്ക് പരീക്ഷയിൽ മാർക്കൊന്നും കുറഞ്ഞില്ല കേട്ടോ. മാർക്കൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ആ കാലത്ത് ഫസ്റ്റ് ക്ലാസ്സൊക്കെ വാങ്ങി ജയിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് സന്തോഷത്തോടു കൂടി ഞാനിപ്പോൾ ഓർത്തത്, അന്ന് ഞാൻ കേട്ട പാട്ടിലെ ഈ ഇന്ന ബൈത്തിൻ എന്താ സാക്കിന ഹുലൈസ മുഹ്താജിൽ ദിൽ സുർ ചെയ്യുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതിങ്ങനെ പറയുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഇബ്രാഹിം കുട്ടി മാഷാണ് എന്നോട് പറഞ്ഞത്, അത് അവിടുത്തെ വീടിന് എന്തിനാണ് വേറെ വിളക്ക് എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വീട്ടിൽ, ദൈവത്തിൻ്റെ വീട്ടിൽ, വീടെന്നത് അർത്ഥമാക്കുന്നത് ഹൃദയത്തിൽ, എന്തിനാണ് വേറെ വിളക്ക് എന്ന് ചോദിക്കുന്ന മനോഹരമായൊരു കാവ്യശകലമാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി കൊട്ടാരക്കൽ മുഖ്യാതിഥിയായി. അപ്പം ആ പാലിയേറ്റീവിന് പ്രവർത്തകർക്ക് തന്നെ ഇന്നത്തെ രോഗികളുടെ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ വേണ്ടി കഴിയില്ല, അവർക്കുള്ള ഉപകരണങ്ങൾ കൈമാറാൻ വേണ്ടി കഴിയില്ല. ഇത്തരം സംഘടനകളുടെ സഹായത്തോടു കൂടെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ, രോഗികളൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്ന ഊർജം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ നാട്ടിലുള്ള കുറേ സാമൂഹ്യ പ്രവർത്തകർ അല്ലേ, അവർക്ക് ഇത്തരത്തിൽ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ കുറേ പേരുകൾ വായിച്ചു, അവരൊക്കെ സംഭാവനകൾ നൽകി, അവരൊക്കെ പോയി കാണാൻ അല്ലേ, ഈ തിരക്ക് പിടിച്ച കാലത്തും നമ്മൾക്ക് ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. ആ സമയത്തും മറ്റുള്ളവരെ കൂടെ പരിഗണിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തുതന്നെയായാലും ഈ കാരുണ്യ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികൾക്ക് കൈത്താങ്ങ് നൽകുന്നുണ്ട്. ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഇവിടെ. കാരുണ്യ പ്രസിഡന്റ് MK ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റഫീഖ് സക്കരിയ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. വല്ലാത്ത ചൂഷണ വ്യവസ്ഥയിൽ മാത്രം ജീവിച്ചൊരു സൊസൈറ്റി, അധികാരമുഷ്ക കൊണ്ട്, ചിലപ്പോൾ കായിക ബലം കൊണ്ട്, അയൽപക്കക്കാരൻ്റെ ഭാര്യ സുന്ദരിയാണെങ്കിൽ തൻ്റെ ഇംഗിതം നടപ്പിലാക്കാൻ ഇടിച്ച് വീട്ടിലേക്ക് കയറുകയും തൻ്റെ കാര്യം നടപ്പിലാക്കുകയും ചെയ്ത് ഇറങ്ങിപ്പോകുമ്പോൾ വാവിട്ടു കരയാൻ മാത്രം കഴിയുന്ന മണവാളൻ ജീവിച്ചിരുന്നൊരു കാലമുണ്ട്. പണിയെടുത്താൽ കൂലി കൊടുക്കാതിരുന്നൊരു കാലമുണ്ട്. അക്രമവും ജീവിതത്തിൽ പലപ്പോഴും തൻ്റെ മസിൽ പവറും കാര്യം നിർവഹിച്ചു പോകുന്ന ഒരു സമയം. പ്രവാചകനെ സ്നേഹിച്ചവർ ഹിജറ പോയി മദീനയിൽ അഭയം പ്രാപിച്ചിട്ട് തൻ്റെ ഭർത്താവിനോടൊപ്പം പോകാൻ കഴിയാതെ വീട്ടിൽ കഴിഞ്ഞിരുന്നവളെ ക്രൂരമായി ബലാത്കരിച്ച് അയാൾ തിരിച്ചു വരില്ല, എൻ്റെ ഇംഗിതം നടപ്പിലാക്കാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ ആ പെണ്ണിനെ ക്രൂരമായി
അയൽപ്പക്കങ്ങളിൽ പോലും വേട്ടയാടപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. അത്തൊരു കാലത്തിരുന്നിട്ടാണ് മലയാളത്തിലെ കവി ജി ശങ്കരക്കുറുപ്പ് ഇങ്ങനെ പാടിയത്: ഉയരും ഇബ്ലീസ് അലറുന്നു കൈകളിൽ ഉയർത്തിയോരണുബോംബുമായി ലോകം ചുട്ടുചുട്ടെരിക്കുവാൻ. യുദ്ധത്തിൻ പെരുമ്പറ പിന്നെയും മുഴങ്ങുന്നു, രക്തതൃഷ്ണതൻ ജുഹ നീളുന്നു ചുറ്റും ചുറ്റും. ഉയരും തൗഹീദിൻ്റെ ശംഖനാദത്തിൽ പുത്തേൻ ഉയരാളും ഈ ലോകം രോമജമണിയുമ്പോൾ. നബിയാം തിരുമേനി മർത്യനെ പഠിപ്പിച്ച മഹിതാ സ്നേഹത്തിൻ്റെ പല്ലവി ജയിക്കുന്നു. ഇബ്ലീസ് അലറുന്നു കൈകളിൽ ഉയർത്തിയോരണുബോംബുമായി ലോകം ചുട്ടുചുട്ടെരിക്കുവാൻ. അന്ന് പാടിയ പാട്ടാണ് യുദ്ധത്തിൻ പെരുമ്പറ പിന്നെയും മുഴങ്ങുന്നു, രക്തതൃഷ്ണതൻ ജിഹ നീളുന്നു ചുറ്റും ചുറ്റും. മഹല്ല് ഖത്തീബ് സയ്യിദ് സാലിം വാഫി ബദർ സന്ദേശം നൽകി. നാനാഭാഗങ്ങളിൽ യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചു കഴിയുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥന നടക്കുന്ന മഹനീയമായൊരു സദസ്സാണ്. ഏറെ സന്തോഷത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സംഗമം സംഘടിക്കപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായൊരു യുദ്ധത്തിൻ്റെ അനുസ്മരണം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ചിന്തകൾ ചേർന്നു വരുന്നു. മഹല്ല് പ്രസിഡന്റ് പി ഇമ്പിച്ചി മമ്മു കാരുണ്യ കെയർ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി നസീറ, എസ് രാജീവ്, കാരുണ്യ ജനറൽ സെക്രട്ടറി വി എം അഷറഫ്, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എസ് രമേശ്, ഭാസ്കരൻ പന്ന്യങ്കോട്ട, മഹല്ല് ജനറൽ സെക്രട്ടറി കെ ടി അസൻ, പേരാമ്പ്ര പ്രസ് ഫോറം പ്രസിഡന്റ് എൻ പി വിധു, പി എം ഷെരീഫ് നൈസ്, കെ എം സൂപ്പി, ഖാലിദ് എടവന, വി പി ഇസ്മായിൽ, കൊടക്കൽ അബ്ദുൽ ലത്തീഫ്, വി പി നസീർ, പി സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മർഹബ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. 500-ലധികം ആളുകൾ പങ്കെടുത്ത സംഗമത്തിൽ യുദ്ധഭീകരതയ്ക്കെതിരെ പ്രതിജ്ഞയെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.